നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ല, അവസാനിപ്പിക്കണം നമ്മളിവിടെ. സഹോദരന്മാരെ, ടി.പി. അബ്ദുള്ള കോയ മദനി ഈ പറഞ്ഞ വാസ്തവ വിരുദ്ധമായ കാര്യം ഒരു വാദത്തിന് വേണ്ടി നമ്മൾ ശരിയാണ് എന്ന് സങ്കല്പിക്കുക. ഓക്കെ, ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ലേ എന്നൊരു ചർച്ച നടന്നു എന്നത് ശരിയാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. അപ്പോൾ അതിൻ്റെ മൂല അടിസ്ഥാനമായ കാരണം ഇസ്ലാഹ് മാസിക 2007 അത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുതിയതാണ്. അതിനാൽ അത് ശിർക്കാണ് എന്നാണല്ലോ ഇവർ വാദിക്കുന്നത്. എങ്കിൽ നിങ്ങൾ ഇനി കേൾക്കുന്ന ഭാഗം നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക. എഴുതിയത് എന്താണ്? ഒരാൾ രാത്രിയുടെ ഇരുട്ടിലൂടെ നടന്നു നീങ്ങുന്നു. ആ രാത്രിയിൽ അയാൾ നടന്നു നീങ്ങുന്നു, അയാളുടെ കയ്യിൽ വെളിച്ചമില്ല. ആ സമയം അയാൾ ഒരു ശബ്ദം കേൾക്കുന്നു. ഈ ശബ്ദം കേൾക്കുമ്പോൾ അയാൾ വിചാരിക്കുകയാണ് ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണ്. ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണ് എന്ന് വിചാരിച്ച് ജിന്നെ എനിക്ക് വെളിച്ചം തരണേ, ജിന്നെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല, അത് പ്രാർത്ഥനയല്ല, അത് സഹായം തേടലല്ല, അത് അഭൗതികമായ ഒരു സഹായതേട്ടമല്ല, അത് സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കലല്ല എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. കായക്കൊടി വളരെ വ്യക്തമായി പറയുന്നു, ജബ്ബാർ മൗലവി എഴുതിയ പ്രസ്തുത വാചകം അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, അത് പ്രാർത്ഥനയാണ്, അഭൗതികമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്, സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടലാണ്. ഇതാണ് ഇപ്പോൾ കായക്കൊടിയുടെ നിലപാട്. അദ്ദേഹം അവിടെ വളരെ വ്യക്തമായി പറഞ്ഞു. ഇത് ശിർക്കാണോ അല്ലേ? ഒന്നാമതായി പറയുന്ന ന്യായം എന്താണ്? അത് സൃഷ്ടിയുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കലല്ല എന്നാണ്. സൃഷ്ടിയുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കലല്ലേ? കണ്ടോ, ഇത് സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കലല്ലേ എന്നാണ് കായക്കൊടി ചോദിക്കുന്നത്. ഇത് സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കല. മനുഷ്യനെ ഉദ്ദേശിച്ചുകൊണ്ട് മനുഷ്യൻ എന്ന സൃഷ്ടിയെ വിളിക്കുന്നതിന് പകരം ഒരാൾ മനുഷ്യേതര സൃഷ്ടിയെ വിളിച്ചാൽ അതെങ്ങനെ അള്ളാഹുവിൽ പങ്കു ചേർക്കലാവുക? കാരണം മനുഷ്യർക്ക് കഴിയുന്ന കാര്യമല്ലേ. മനുഷ്യനൊരു സൃഷ്ടിയാണ്. മനുഷ്യർക്ക് നമ്മുടെ ഒരു ശബ്ദം കേൾപ്പിച്ചു, ആ ശബ്ദത്തിൻ്റെ ഉടമ മനുഷ്യനാണ് എന്ന് വിചാരിച്ച്, മനുഷ്യൻ കേൾക്കുകയാണെങ്കിൽ മനുഷ്യൻ സഹായിക്കട്ടെ എന്ന് വിചാരിച്ച് മനുഷ്യനോട് ഒരു മെഴുകുതിരി തരാമോ എന്ന് ചോദിച്ചാൽ അത് തരാനുള്ള കഴിവ് മനുഷ്യർക്കില്ലേ? ആ കഴിവ് മനുഷ്യർക്കുള്ള ആ കഴിവ് അതുപോലെ തന്നെയാണ് ജിന്നുകൾക്ക് ഒരാൾക്ക് കഴിവുണ്ട് എന്നൊരാൾ തെറ്റിദ്ധരിച്ചാൽ അതിനെ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണെന്ന് എങ്ങനെ കായക്കൊടി പറയാ? ഒരു സൃഷ്ടിക്കും കഴിയാത്ത കാര്യമാണ് പ്രാർത്ഥനയിലൂടെ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നല്ലേ നമ്മൾ സമൂഹത്തെ പഠിപ്പിച്ചത്. അപ്പോൾ അതിന് ഘടകവിരുദ്ധമായ നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനം നാളിതുവരെ പഠിപ്പിച്ച തൗഹീദിന്റെ നിർവചനത്തെ പോലും ഇവർ മാറ്റി എഴുതാണ് ചെയ്യണത്. തുടരട്ടെ അദ്ദേഹം, നമുക്ക് കേൾക്കാലോ. ഇരുട്ടിലൂടെ നടന്നു നീങ്ങുന്ന ഒരാൾക്ക് വെളിച്ചം തരാൻ, നിങ്ങൾ വെളിച്ചം ചോദിച്ചാൽ വെളിച്ചം തരാനുള്ള കഴിവ് ജിന്നിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മറ്റെന്തെങ്കിലും സഹായം തേടിയാൽ നിങ്ങളുടെ സഹായം ചോദ്യം കേൾക്കുവാനും അതിന് നിങ്ങൾക്ക് സഹായിക്കുവാനുമുള്ള കഴിവ് ഞാൻ ജിന്നിന് കൊടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? അത്തരം ഒരു കഴിവ് ജിന്നുകൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ? തീർച്ചയായും എവിടെയും നമുക്കത് കാണുവാൻ കഴിയില്ല. ഇവിടെ സൃഷ്ടികളുടെ കഴിവിനപ്പുറത്ത് ചോദിക്കുകയല്ല എന്ന് ജബ്ബാർ മൗലവി പറയുമ്പോൾ ഈ ചങ്ങാതിമാർ അത് മനസ്സിലായിട്ട് ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇവിടെ സൃഷ്ടികളുടെ കഴിവ് എന്ന് പറഞ്ഞാൽ മനുഷ്യനൊരു സൃഷ്ടിയല്ലേ? മനുഷ്യൻ എന്ന സൃഷ്ടിയോട് ആവശ്യപ്പെട്ടാൽ ഒരു മെഴുകുതിരി തരാമോ, ഒരു ടോർച്ച് തരാമോ, ഈ ശബ്ദത്തിന്റെ ഉടമ മനുഷ്യനാണെന്ന് കരുതി മനുഷ്യനോട് ആവശ്യപ്പെട്ടാൽ അത് മനുഷ്യൻ എന്ന സൃഷ്ടിക്ക് തരാൻ കഴിയുന്ന കാര്യമല്ലേ അവിടെ ചോദിച്ചത്? അപ്പോൾ മനുഷ്യരുടെ കൈക്ക് സാധിപ്പിച്ചു കിട്ടേണ്ട ഒരു കാര്യത്തിന് മനുഷ്യരോട് ചോദിക്കുന്നതിന് പകരം മനുഷ്യേതര സൃഷ്ടിയായ ഹയ്യും ഹാദറുമായ മനുഷ്യേതര സൃഷ്ടിയോട് ആവശ്യപ്പെടുന്നതിനെ അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്ന് നിങ്ങൾ എങ്ങനെ പറയും? ഇതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. മനസ്സിലായില്ലേ? ഇനി മനുഷ്യന്റെ കൈക്ക് സാധിപ്പിച്ചു കിട്ടേണ്ട കാര്യം, മനുഷ്യരോട് ചോദിക്കേണ്ട, അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കേണ്ട കാര്യം, അത് അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹുവിനെ പരിഹസിക്കലാണ്, കുഫറാണ്. അത് ഞാനല്ല, നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. അത് കേട്ടോളി. നിങ്ങള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. എന്നാ പടച്ചോട് ചായ കൊണ്ടുവരൂ എന്ന് പറയാൻ പറ്റുമോ? അല്ല എനിക്ക് ചായ വേണം എന്ന് പറഞ്ഞിട്ട് പടച്ചോനെ 2 ഗ്ലാസ് ചായ എന്ന് ഓർഡർ ചെയ്യാൻ പറ്റുമോ? കാഫറായി പോകും. കേട്ടില്ലേ സഹോദരന്മാരെ, എന്ത് പോയത്തത്തിലേക്ക് അവർ എത്തിപ്പെട്ടത്. ഇപ്പൊ നോക്കൂ, മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കേണ്ട കാര്യം അള്ളാഹിനോട് ചോദിച്ചാൽ കാഫറായി പോകും.
ശരിക്കും ഇവരെന്താ പറയേണ്ടത്? അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്, അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹുവിനോടുള്ള ഇബാദത്താണെന്നല്ലേ അവർ പറയേണ്ടത് ഇവരെ വാദം അനുസരിച്ചിട്ട്. ഇപ്പം അള്ളാഹുവിന് നൽകുമ്പോൾ ഇബാദത്താകുന്ന കാര്യമല്ലേ അല്ലാത്തവർക്ക് കൊടുക്കുമ്പോൾ ഷിർക്കാകുക, അള്ളാഹുവിൽ പങ്കു ചേർക്കലാവുക. അപ്പോൾ ഇവർ എവിടേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത്? വളരെ അപകടകരമായ, വളരെ വിചിത്രമായ ഇസ്ലാഹി പ്രസ്ഥാനം 1 നൂറ്റാണ്ട് കാലം പ്രബോധനം ചെയ്ത അടിസ്ഥാനപരമായ തൗഹീദിലാണ് ഇന്ന് ഇവർ കൈവച്ചിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. നമുക്ക് വളരെ എളുപ്പമാണ് പെട്ടെന്നിട്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കലാന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടില്ലാത്ത കാര്യം അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞാൽ അവൻ അള്ളാഹുവിനെ പരിഹസിച്ച് കാഫിറായി ചത്തുപോകുന്നൊരവസ്ഥ നമുക്ക് വരരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളത് പറയാത്തത്. നേരെ മറിച്ച് അത് ശിർക്കിലേക്ക് എത്തിക്കും. എങ്ങനെ എത്തിക്കും എന്നൊക്കെ വിശദമായി അത് നമ്മുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള വിഷയമാണ്. അപ്പോൾ നമ്മളിവിടെ വെറുതെ സമയം കളയേണ്ടതില്ലല്ലോ അത് വിശദീകരിച്ചിട്ട്. നമ്മളിവിടെ ഇവർ പറയുന്ന സംസാരത്തിൽ, പ്രസംഗത്തിൽ, ഇവരുടെ നിലപാടുകളിലുള്ള പരസ്പര വൈരുദ്ധ്യങ്ങളാണ് നമ്മളിവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു തന്നെ ചെയ്യുന്നത് കാര്യങ്ങളുണ്ട്. ഹിദായത്ത് നൽകുക, രോഗശമനം നൽകുക, ഇങ്ങനെയുണ്ട്. പിന്നെയോ രണ്ടാമതൊരു തരം കഴിവുണ്ട്. ആ കഴിവെന്താണ്? ഫാക്ടറിയിൽ നിന്ന് കിട്ടുന്നത് പോലെ, കെട്ടിടം പണിക്ക് ചോദിക്കുന്നത് പോലെ, വഉലാത്തുൽ ഉമൂർ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ടതുപോലെ ഇങ്ങനെയുള്ള കഴിവുണ്ട്. ഇനി ഇവിടെ മനുഷ്യർ തമ്മിലുള്ള കാര്യങ്ങൾ ഭരണാധികാരിയോട് അല്ലെങ്കിൽ ഫാക്ടറിയോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അത് അള്ളാഹിനോട് തന്നെയാണോ ചോദിക്കേണ്ടത്? അള്ളാഹിനോട് ചോദിക്കാൻ പറഞ്ഞ ചോദ്യം എന്താ? അതിന്റെ ബാക്കിയുണ്ട്. അല്ലാഹുമ്മ അഹ്നിൻ അലൈനാ, അല്ലാഹുമ്മ അഹ്നിൻ അലൈനാ ഖുലൂബ ഇബാദിക്. അള്ളാഹുവേ, ഈ ഭരണാധികാരികളുടെ മനസ്സിൽ ഞങ്ങളോടുള്ള കാരുണ്യം ഉണ്ടാക്കണേ. അത് ആരോടാ പറയേണ്ടത്? അള്ളാഹിനോട് പറയണം. പഠിച്ചോനെ ഞങ്ങൾക്കൊരു പാലുണ്ടാക്കി തരണേ എന്ന് അള്ളാഹിനോടാണോ പറയേണ്ടത്? അല്ല. പഠിച്ചോനെ ഞങ്ങൾക്കൊരു പാലുണ്ടാക്കി തരണേ എന്ന് അള്ളാഹിനോടാണോ പറയേണ്ടത്? അല്ല. ഇവിടെ വളരെ വ്യക്തമായി ഹനീഫ് കായക്കുടിയും അനസും സമസ്തക്കാരുടെ മുമ്പിൽ പോയി പറയുന്നു എന്ത്? അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതേപോലെ ആ മനുഷ്യരുടെ കൈക്ക് സാധിപ്പിച്ച് കിട്ടേണ്ട കാര്യം മനുഷ്യരോടാണ് ചോദിക്കേണ്ടത്. അത് അള്ളാഹുവിനോട് ചോദിച്ചാൽ കാഫിറായി പോകും. മനസ്സിലായോ? അപ്പൊ അള്ളാഹുവിനോട് ചോദിച്ചാൽ കാഫിറാകും. അള്ളാഹിനോട് ചോദിച്ചാൽ ഇബാദത്താകണമെങ്കിൽ ഏത് സൃഷ്ടിയോട് ചോദിച്ചാലും അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. ഇവിടെ അള്ളാഹിനോട് ചോദിച്ചാൽ കാഫിറാകണ ഈ ചോദ്യം അത് മനുഷ്യരോട് ചോദിക്കൽ അനുവദിക്കലേ? മനുഷ്യരോട് ചോദിച്ചാൽ അനുവദനീയം. ആ മനുഷ്യരോട് ചോദിക്കാൻ അനുവദിച്ചിട്ടുള്ള ആ ചോദ്യം മനുഷ്യേതര സൃഷ്ടിയോട് ഒരാൾ ചോദിക്കാൻ, അതിന് അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്നെങ്ങനെ പറയാം? അള്ളാഹുവിന്റെ എന്ത് പ്രത്യേകതയാണ് അവിടെ സൃഷ്ടികളിൽ ആരോപിക്കപ്പെടുന്നത്? അങ്ങനെ ഒരു സൃഷ്ടികളിൽ ആരോപിക്കപ്പെടുന്ന വരുന്നില്ലല്ലോ. മനുഷ്യരുടെ പ്രത്യേകത ജിന്നുകൾക്കുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ അതിന് അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്ന് പറയോ സഹോദരന്മാരെ? ജിന്നുകളുടെ പ്രത്യേകത മലക്കുകൾക്കുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചാൽ അതിന് അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്ന് പറയോ സഹോദരന്മാരെ? ഒരു നായയുടെ കഴിവ് പൂച്ചക്കുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ അത് അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്ന് പറയോ സഹോദരന്മാരെ? പൂച്ചയുടെ കഴിവ് മത്സ്യങ്ങൾക്കുണ്ട് എന്നൊരാൾ തെറ്റിദ്ധരിച്ചാൽ അത് അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്ന് പറയോ സഹോദരന്മാരെ? എന്താണ് ഇവർ പറയുന്നത്? മാത്രമല്ല സഹോദരന്മാരെ, ഇവിടെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഇസ്തിആനത്ത്, ഇബാദത്താകുന്ന ഇസ്തിആനത്ത്, ആ ഇസ്തിആനത്ത് എല്ലാം അള്ളാഹിനോടാണ് ചോദിക്കേണ്ടത്. അതിൽ നിന്ന് ഇസ്തിസ്ന കിട്ടിയത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അർത്ഥം പറഞ്ഞ എങ്ങനെയാണ്? എല്ലാ സഹായത്തേട്ടവും അള്ളാഹുവിനോട്. ആ അള്ളാഹുവിനോട് സഹായം ചോദിക്കേണ്ട ആ ഇസ്തിആനത്തിൽ നിന്ന് ഇസ്തിസ്ന കിട്ടിയതാണ് മനുഷ്യർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനുള്ള അനുവാദം. അപ്പോൾ ആ ഇബാദത്താകുന്ന ഇസ്തിയാനത്തിൽ നിന്ന് ഇസ്തിസ്ന കിട്ടിയതാണ് എങ്കിൽ അള്ളാഹിനോട് ചോദിക്കുമ്പോൾ എങ്ങനെ കായക്കൊടി കുഫ്രാവുന്നത്? എങ്ങനെയാണ് അനസ്സ കുഫ്രാവുന്നത്? അപ്പോൾ ആ വാദവും അവിടെ പൊളിയാണ്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അവിടെ നമ്മൾ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ് വിശദമായിട്ട്. ഇവരുടെ വൈരുദ്ധ്യങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് സഹോദരന്മാരെ. ഇത് തിരിച്ചറിഞ്ഞ് ഇസ്ലാഹി പ്രസ്ഥാനം നാളിതുവരെ പ്രബോധനം ചെയ്ത അജയ്യമായ ആദർശത്തെ അടിമുടി മാറ്റി എഴുതി ആകെ വൈകൃതങ്ങളിൽ എത്തിപ്പെടുകയാണ് ഈ കായക്കൊടിയും മനസ്സും അതുപോലുള്ള ആളുകളും എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഒരു ക്ലിപ്പ് കൂടെ കേൾപ്പിക്കുകയാണ്. അതിന് വിശദീകരിച്ച് നമുക്ക് ഇന്ന് ഇതിവിടെ അവസാനിപ്പിക്കാം. എന്താന്ന് വെച്ചാൽ ഈ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത് പ്രാർത്ഥനയാണ് എന്നാണല്ലോ ഇവർ പറയുന്നത്. എന്നാൽ ഈ കായക്കൊടി പറയുന്ന ഒരു ക്ലിപ്പ് കൂടെ നമുക്ക് കേൾക്കാം. ഈ വിഭാഗത്തിന്റെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ശക്തി കേന്ദ്രമാണ് നന്ദി. ആ നന്ദിയിൽ വന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ വിഷയം പ്രസംഗിച്ച് സംസാരിച്ചു.
സഹോദരന്മാരെ, ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അമ്പലക്കടവ് ഫൈസി എന്താ പ്രസംഗിച്ചത് അത് നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് ഹനീഫ് കായക്കൊടി അനസും ഈ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ ആ കാലഘട്ടത്തിൽ തന്നെ ഇത് പ്രാർത്ഥനയാണ് എന്ന് മനസ്സിലാക്കിയ ആൾക്കാരാട്ടോ. ആ മനസ്സിലാക്കിയ ആൾക്കാർ ഇനി എന്താ പറയണത് എന്ന് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചോ. ഇവരുടെ കാപ്പട്യം തിരിച്ചറിയാൻ സഹോദരന്മാരെ ഇനിയും നിങ്ങൾ വൈകരുത്. അതുകൊണ്ടാണ് ഈ വിഷയം നിങ്ങൾ കൃത്യമായി പഠിച്ചു. ഇതുവരെ നമ്മൾ കേട്ടെന്താ, പ്രാർത്ഥനയാണ്, അഭൗതികമാണ്, സൃഷ്ടികളുടെ കഴിവിലെ അപ്പുറത്തുള്ള ചോദിക്കലാണ് എന്നൊക്കെയല്ലേ പറഞ്ഞത്. ഇനി കായക്കൊടി പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ആ നന്ദിയിൽ വന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ വിഷയം പ്രസംഗിച്ച് സംസാരിച്ചു. അതെ, അമ്പലക്കടവ് ആ വിഷയം സംസാരിച്ചു. ആ വിഷയം സംസാരിക്കുന്നത് നമ്മൾ അനസ് മുസ്ലിയാർ ക്ലിപ്പിടുണ്ട്, നമ്മൾ അതൊന്ന് കേട്ടുനോക്ക. വലിയ ബെഡായി പറയാൻ മുജാഹിദ് പ്രസ്ഥാനം രാത്രി മാത്രമല്ല പകലും ജിന്നിനോട് സഹായം ചോദിക്കാന്നാണ്, പിശാചിനോട് ചോദിക്കാന്ന് പറയുന്നത്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല, അതുകൊണ്ട് അത് ശിർക്കല്ല. ഇവർ പറയുന്നത് ഈ വഴിയറിയാതെ വിഷമിക്കുന്ന വിജനമായ മരുഭൂമിയിലെ മുസ്ലിം സഹോദരന് പിശാചിനോട് വഴി കാണിച്ചു തരാൻ, ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാന്നാണ് പറയുന്നത്. കണ്ടോ? കണ്ട്. ഇനി നമ്മൾ ഹനീഫ് കായക്കൊടി അന്ന് അവിടെ കൊടുത്ത മറുപടിയും കൂടി ഒന്ന് കാണുക. അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ. കേട്ടല്ലോ സഹോദരന്മാരെ, അമ്പലക്കടവ് ഫൈസി ഇസ്ലാഹ് മാസികയെടുത്ത് നാടായ നാട് മുഴുവൻ ഇത് വായിച്ചു നടന്നപ്പോ നന്ദിയിൽ വന്നിട്ട് ഹനീഫ് കായക്കൊടി പറയാണ്, പണ്ടേ ഞങ്ങൾ മനസ്സിലാക്കിയതാണ്, ജബ്ബാർ മൗലവി എഴുതിയത് പ്രാർത്ഥനയാണ്, അത് ശിർക്കാണ്. ആ വിഷയം മനസ്സിലാക്കിയിട്ട് ആ വിഷയം ഉള്ളിൽ ചർച്ച നടന്നിട്ട് ഇത് പരസ്യമായി സ്റ്റേജിൽ കയറിയിട്ട് ഇവരെന്താ പ്രസംഗിക്കണത്? ഈ TP അബ്ദുള്ള കോയമദനിയും ഹനീഫ് കായക്കൊടിയും ഒന്നുകിൽ ഇന്ന് പറഞ്ഞത് കളവ്, അല്ലെങ്കിൽ അന്ന് പറഞ്ഞത് കളവ്. നോക്കണം സഹോദരന്മാരെ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന വിഷയമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് പരസ്യമായി ജനങ്ങളുടെ മുമ്പിൽ അത് അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതി വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ആ അബ്ദുൽ ജബ്ബാർ മൗലവിയെ ന്യായീകരിക്കുകയാണെങ്കിൽ ഹനീഫ് കായക്കൊടിയുടെ ഭാഷയിൽ അംർ ഇബ്നു ലുഹയ്യിനെ പിന്താങ്ങുകയല്ലേ ഇവർ ചെയ്തത്? അല്ലേ സഹോദരന്മാരെ? ഇതൊക്കെ ഇവർക്ക് നാവിന് എല്ലില്ലെന്ന് വിചാരിച്ചിട്ട് എന്തും പറയാൻ മടിക്കാത്തൊരു കൗമായി ഈ പുരോഹിതന്മാർ മാറി എന്നത് യാഥാർത്ഥ്യമാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഇത്ര ഗൗരവത്തിൽ ഇത് പറയുന്നത് സഹോദരന്മാരെ. ആകാശത്തിന് ചുവട്ടിലെ ഷെറുകളെന്ന് ഇത്തരം പണ്ഡിതന്മാരെ കുറിച്ച് വെറുതെ പറഞ്ഞതല്ല. ഇവർ ആളുകളെ വഴിഴപ്പിക്കും, ഇവർ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും. ഇവരുടെ നാവിന്റെ ശക്തി കൊണ്ട് ഇവർ സത്യത്തെ അസത്യമായും അസത്യത്തെ സത്യമായും കബളിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും ഇവർ സമൂഹത്തെ തിന്മയിലേക്കും അധാർമികതയിലേക്കും നയിക്കും എന്നതിൻ്റെ ദൃക്സാക്ഷ്യമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ. ഇതാണ് ഈ ജാതി വൈരുദ്ധ്യങ്ങളുടെ പടുകുഴിയിൽ നിന്ന് ഇനി ഒരിക്കലും ഇവർക്ക് കരകയറാൻ സാധിക്കാത്ത വിധം ആദർശത്തിൽ നിന്ന്, തൗഹീദി പ്രബോധനത്തിൽ നിന്ന് ഇവർ വഴിദൂരം പോയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം സഹോദരന്മാരെ നിങ്ങൾ തിരിച്ചറിയണം. സമയത്തിന്റെ ദൈർഘ്യം കാരണം ഞാനിതിവിടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലെ നിരന്തരം നമുക്ക് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഈ വിഷയം സമൂഹ മധ്യത്തിൽ തുറന്നു കാട്ടി ഇവരുടെ തനിനിറം നമ്മൾ തുറന്നു കാണിച്ച് സാധാരണക്കാരായ നിഷ്പക്ഷമതികളായ ആളുകളെ ഈ വിഷയം ബോധ്യപ്പെടുത്തിയിട്ട് MT വിഷൻ ഈ ദൗത്യം നിർവഹണത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനിതിവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.